അപ്പോൾ നമ്മൾ ഇനി മലബാറിലേക്ക് പോവുകയാണ്. മലബാറിൽ നിന്ന് ദീപക് മലയമ്മ ചേരുന്നുണ്ട്. ദീപക്, വെരി ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ്. ഒരു ചെറിയ ചോദ്യം ചോദിച്ച് അങ്ങ് തുടങ്ങാം. ദില്ലി ആര് നേടും ദീപക്? അത് എങ്ങനെ പറഞ്ഞാലും തെരുവിളി കേൾക്കേണ്ട അവസ്ഥയിലേക്ക് ഞാൻ എത്തും. പക്ഷേ ഞാൻ കരുതുന്നത് ആം ആദ്മി ഒരു പക്ഷേ നേരിയ മാർജിനിലെങ്കിലും ജയിക്കുമെന്നുള്ളത്. യെസ്, നമ്മളും പ്രതീക്ഷിക്കുന്നത് അങ്ങനെയാണ്. പക്ഷേ എക്സിറ്റ് പോളുകളൊക്കെ പറയുന്നത് BJP എന്നാണ്. പക്ഷേ എക്സിറ്റ് പോളുകളും തകർന്ന പല ചരിത്രങ്ങളൊക്കെ ഉണ്ടല്ലോ അല്ലേ? അപ്പൊ എന്തായാലും നോക്കാം ദീപകിന്റെ പ്രഖ്യാപനം ശരിയാവും. നമുക്ക് നമ്മുടെ വാർത്തകളിലേക്ക് വരാം. ദീപക്, ഈ സമസ്ത ലീഗ് തർക്കം അത് പുതിയ തലത്തിലേക്ക് നീങ്ങുകയാണ്. മുസ്തഫൽ ഫൈസിയെ സസ്പെൻഡ് ചെയ്തതോടെ വലിയ പൊട്ടിത്തെറിയിൽ എത്തിയിരിക്കുകയാണ് അല്ലേ കാര്യങ്ങൾ? ഒരു സമവായമാകാതെ ഈ വിഷയം ഇങ്ങനെ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്, സംസ്ഥാന മുഷാവറ യോഗം ചേരുന്നു. ആ യോഗത്തിൽ മുസ്തഫൽ ഫൈസിയെ സസ്പെൻഡ് ചെയ്യാനുള്ള തീരുമാനമെടുക്കുകയും ചെയ്തു. അത് പണ്ഡിത ശ്രേഷ്ഠരെ വലിയ രീതിയിൽ അപമാനിക്കുന്ന ചില പ്രസംഗങ്ങൾ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായി എന്നുള്ളത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അത്തരം ഒരു നടപടിയിലേക്ക് പോയത്. പക്ഷേ ആ കാര്യത്തിൽ നടപടിയെടുത്തതിൽ ലീഗിന് വലിയ അതൃപ്തിയുണ്ട്. നേരത്തെ തന്നെ ലീഗും സംസ്ഥയും തമ്മിലുള്ള ബന്ധത്തിൽ ചെറിയ ഉലവ് സംഭവിക്കുകയും അത് പരിഹരിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളൊക്കെ നടത്തുകയും ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ അത് പൂർണ്ണമായും സാധ്യമാവാത്ത ഘട്ടത്തിലാണ് ഇത്തരത്തിൽ മുസ്തഫൽ ഫൈസി, അത് അദ്ദേഹം ഒരു ലീഗിനെ സംബന്ധിച്ച് അവരുടെ ഒരു വക്താവ് എന്നുള്ള നിലയിൽ പോലും മുഷാവറയിൽ നമുക്ക് പറയാവുന്ന ഒരു ആൾ കൂടിയാണ്. അദ്ദേഹത്തിന് നടപടിയെടുത്തത് ആ പ്രശ്നത്തിലേക്ക് പോകുന്നു. അപ്പോഴും ചോദിക്കുന്നത് നേരത്തെ ഉമർ ഫൈസിക്കെതിരെ നടപടി വേണം, സാദിഖ് അലി തങ്ങളെ വിമർശിച്ച സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടപടി വേണം എന്നുള്ളത് ലീഗൊക്കെ പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അന്നുണ്ടാകാത്ത നടപടി പെട്ടെന്ന് എന്തുകൊണ്ടാണ് മുസ്തഫൽ ഫൈസിക്കെതിരെ ഉണ്ടായത് എന്നുള്ളതാണ് ലീഗ് അനുകൂലികളുടെ പ്രധാനപ്പെട്ട ചോദ്യം. അതിന് പിന്നാലെ നമ്മൾ കണ്ടു 100ാം വാർഷികം സംസ്ഥയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വരാനിരിക്കുകയാണ്. അതിന്റെ സ്വാഗത സംഘ രൂപീകരണ യോഗത്തിലേക്ക് പ്രധാനപ്പെട്ട ലീഗ് നേതാക്കളൊന്നും തന്നെ വരാത്ത സാഹചര്യം ഒക്കെ ഉണ്ടായി. അങ്ങനെ ആ ഒരു സമവായമില്ലാത്ത രീതിയിൽ ഇതിങ്ങനെ പോകുന്നു. ഇനിയിപ്പോൾ ഏത് തരത്തിലായിരിക്കും രമ്യതയിലേക്ക് എത്താൻ കഴിയുക എന്നുള്ള ചോദ്യമാണ് അവശേഷിക്കുന്നത്. അതേസമയം തന്നെ സമസ്ത ഇന്നലെ ഒരു വാർത്താക്കുറിപ്പ് ഇറക്കി. ആ വാർത്താക്കുറിപ്പിൽ പറയുന്നത് ലീഗും സമസ്തയും തമ്മിൽ വലിയ സൗഹൃദമാണുള്ളത്, അത് തകർക്കാൻ വേണ്ടിയുള്ള ചില പ്രചാരണങ്ങളാണ് എന്നുള്ള രീതിയിൽ ഒരു വാർത്താക്കുറിപ്പൊക്കെ ഇറക്കിയിട്ടുണ്ട്. പക്ഷേ അതുകൊണ്ടൊക്കെ പ്രശ്നം തീരുമോ എന്നുള്ള ചോദ്യമുണ്ട്. എന്തായാലും ഒരു തമ്മിൽ തല്ല് എന്നുള്ള രീതിയിൽ ഇതിങ്ങനെ തുടർന്നു പോകുന്ന സാഹചര്യം തന്നെയാണ് സമസ്തയിലും ലീഗിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. യെസ്, മറ്റൊന്ന് ദീപക്, വയനാട് MP പ്രിയങ്ക ഗാന്ധി ഇന്ന് മണ്ഡലത്തിലുണ്ടല്ലേ? എന്തൊക്കെയാണ് പരിപാടികൾ? ഇന്ന് രാവിലെ 9:30 കൂടിയാണ് അവരെ കണ്ണൂരിൽ വിമാനം ഇറങ്ങുന്നത്. പിന്നെ സ്വന്തം മണ്ഡലത്തിലേക്ക് വരികയാണല്ലോ. പക്ഷേ AICC ജനറൽ സെക്രട്ടറി എന്നൊക്കെ ഉള്ള നിലയിൽ കൂടി അവരെ ഒരു ദേശീയ മുഖം എന്നുള്ള നിലയിൽ കൂടി പരിഗണിക്കേണ്ടതുണ്ട്. സ്വാഭാവികമായിട്ടും ഇന്ന് രാവിലെ മണ്ഡലത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ UDFന്റെ നേതൃതലത്തിലുള്ള സംഗമങ്ങൾ നടക്കുന്നുണ്ട്. അത് ബൂത്ത് തലത്തിലും മണ്ഡലം തലത്തിലുമൊക്കെയുള്ള സംഗമങ്ങളാണ്, നേതൃതല സംഗമങ്ങൾ. അത് കഴിഞ്ഞതിന് ശേഷം വൈകിട്ട് കണിയാമ്പറ്റ മേഖലയിലുള്ള ലൂർദ് മാതാ പള്ളിയിൽ അവർ ദർശനം നടത്തുന്നുണ്ട്. ഇന്നത്തെ ദിവസത്തെ ഒരു ഷെഡ്യൂൾ അങ്ങനെയായിരിക്കും തീരുക. മാനന്തവാടി, ഒപ്പം തന്നെ ബത്തേരി, കൽപ്പറ്റ തുടങ്ങിയിട്ടുള്ള മണ്ഡലങ്ങളുമായി ബന്ധപ്പെട്ടുള്ള പരിപാടികളിലാണ് ഇന്ന് പങ്കെടുക്കുന്നത്. ഇനിയിപ്പോൾ നാളെയിലേക്ക് പോയി കഴിഞ്ഞാൽ അത് തിരുവമ്പാടി മണ്ഡലത്തിലേക്ക് എത്തും. എന്ന് വെച്ചാൽ കോഴിക്കോടിൻ്റെ ഒരു പ്രാന്തപ്രദേശങ്ങളിലേക്കൊക്കെ MP-യുടെ പ്രവർത്തന മേഖലകളിലേക്ക് എത്തും. അതിനുശേഷം തിങ്കളാഴ്ചയിലേക്ക് എത്തുമ്പോൾ അത് വണ്ടൂർ, നിലമ്പൂർ മണ്ഡലങ്ങളിലേക്കാണ് എത്തുക. എന്ന് വെച്ചാൽ അവിടെ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്, കരടിയുടെ ആക്രമണത്തിൽ ഒരു മരണമുണ്ടായത്, കാട്ടാനയുടെ ആക്രമണത്തിൽ മരണമുണ്ടായതൊക്കെ കണ്ടതാണ്. അവരുടെയൊക്കെ ബന്ധുക്കളെ പ്രിയങ്ക ഗാന്ധി സന്ദർശിക്കുന്നുണ്ട്. അങ്ങനെ മണ്ഡലത്തിലെ പരിപാടിയിൽ പങ്കെടുക്കുക എന്നുള്ളത് തന്നെയാണ് ഒരു MP എന്നുള്ള നിലയ്ക്ക് സ്വാഭാവികമായും അവർ വയനാട്ടിലേക്ക് എത്തേണ്ടതുണ്ട്. ആ നിലയ്ക്ക് അവർ എത്തുന്നു എന്നുള്ളത് കാണണം. അതിനപ്പുറത്ത് രാഷ്ട്രീയമായി ഇന്നിപ്പോൾ തെരഞ്ഞെടുപ്പിന്റെ ഫലമൊക്കെ വരാനിരിക്കെ പ്രിയങ്ക ഗാന്ധി ഇന്ന് കേരളത്തിലുണ്ട്, പ്രത്യേകിച്ച് വയനാട്ടിലുണ്ട് എന്ന് പറയുമ്പോൾ തെരഞ്ഞെടുപ്പ് ഫലം എന്താകും, അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അവരുടെ പ്രതികരണങ്ങൾ എന്താകും എന്നൊക്കെ അറിയാനുള്ള ഒരു കൗതുകം നമ്മളെ സംബന്ധിച്ച് ഉണ്ട് താനും. വെക്കി ഓക്കെ, ദീപക്കാണ് വിവരങ്ങൾ നൽകിയത്. ഓക്കെ ദീപക്, അപ്പൊ നമുക്ക് വീണ്ടും കാണാം. ദീപകിന്റെ പ്രവചനം ശരിയായിരിക്കുമോ എന്ന് നമുക്ക് 11 മണിയോടെ നമുക്കറിയാം.